വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള മായ ആഞ്ചലോ എഴുതിയ കേജ്ഡ് ബേർഡ് എന്ന പോയാണ്. അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ ഫെൽറ്റ് കൺഫൈൻഡ് ഓർ റെസ്ട്രിക്റ്റഡ് വിത്ത് ലിറ്റിൽ ഓർ നോ ഫ്രീഡം ഓഫ് ചോയ്സ്? നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും സ്വാതന്ത്ര്യമില്ലാതെ സ്വന്തം ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹൗ വുഡ് ആൻ ആനിമൽ ഓർ ബേർഡ് ലൈക്ക് ടു ലിവ് ഇൻ എ കേജ്, ഈവൻ എ കേജ് ഓഫ് ഗോൾഡ്? ഒരു മൃഗത്തിനോ പക്ഷിക്കോ ഒരു കൂട്ടിലടച്ച ജീവിതം എങ്ങനെയായിരിക്കും? അത് പൊന്നുകൊണ്ടുണ്ടാക്കിയ കൂടായാലും അവിടെ ജീവിക്കുന്നത് സന്തോഷത്തോടെ ആകുമോ? ലെറ്റ്സ് ലിസൺ ടു മായ ആഞ്ചലോസ് വ്യൂ ഓഫ് ദ ലൈഫ് ഓഫ് ദ കേജ്ഡ് ബേർഡ്. കൂട്ടിലടച്ച പക്ഷിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള മായ ആഞ്ചലോയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. നമുക്ക് പോയം നോക്കാം. എ ഫ്രീ ബേർഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്. എ ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീഡമുള്ള ബേർഡ്, സ്വാതന്ത്ര്യമുള്ള പക്ഷി. ലീവ്സ് എന്ന് പറഞ്ഞാൽ കുതിക്കുക, കുതിച്ച് ചാടുക. ഒരു സ്വതന്ത്രനായ പക്ഷി. ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ പുറത്ത് കയറി, അല്ലേ? ഒരു സ്വതന്ത്രനായ പക്ഷി എന്താ ചെയ്യുന്നത്? കാറ്റിൻ്റെ പുറത്ത് കയറി അതിൻ്റെ ചിറകുകൾ തുറന്നിട്ട് വളരെ സന്തോഷത്തോടെ ലീപ്സ് കുതിച്ച് പറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണിക്കുന്നത് ഫ്രീഡമാണ്, ആ പക്ഷിയുടെ ഫ്രീഡം. ആൻഡ് ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറന്റ് എൻഡ്സ്. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്ക്. ഏതുപോലെ? നദിയുടെ ഒഴുക്ക് പോലെ ആ സ്വതന്ത്രനായ പക്ഷി എന്ത് ചെയ്യാണ്? കാറ്റിൻ്റെ ഒഴുക്കിനൊപ്പം ദൂരത്തേക്ക് ഒഴുകുകയാണ്. ആൻഡ് ഡിപ്സ് ഹിസ് വിങ്സ് ഇൻ ദി ഓറഞ്ച് സൺ റേസ്. സൂര്യൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള റേസ്, കിരണങ്ങളിൽ പക്ഷി തൻ്റെ ചിറകുകൾ മുക്കിക്കൊണ്ടാണ് പറക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഡയേഴ്സ് ടു ക്ലെയിം ദ സ്കൈ. ഭയമൊന്നും തന്നെ ഇല്ലാതെ അവൻ മുഴുവൻ ആകാശവും തൻ്റേതാണെന്ന ഭാവത്തിൽ, ആ ഒരു ധൈര്യത്തോടെയാണ് ആ പക്ഷി എന്ത് ചെയ്യുന്നത്? ചിറക് വെച്ച് സ്വതന്ത്രനായി പറക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസ. ബട്ട് എ ബേർഡ് ദാറ്റ് സ്റ്റോക്സ് ഡൗൺ ഹിസ് നാരോ കേജ്. നാരോ കേജ് എന്നാൽ ഇടുങ്ങിയ കൂട്. ബട്ട് എന്നാൽ ഇടുങ്ങിയ കൂടിനുള്ളിൽ കഴിയുന്ന പക്ഷിക്ക് പറക്കാനായിട്ട് കഴിയില്ല. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് കേജിനുള്ളിൽ അടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പക്ഷിയെ പറ്റിയാണ് പറയുന്നത്. ഇടുങ്ങിയ കൂടിനുള്ളിൽ കഴിയുന്ന പക്ഷിക്ക് എന്താണ്? പറക്കാനായിട്ട് സാധിക്കില്ല. പക്ഷിക്ക് ആ ഇടുങ്ങിയ കൂടിനുള്ളിൽ എന്തു മാത്രമേ സാധിക്കൂ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രമേ ആ പക്ഷിക്ക് സാധിക്കൂ. ക്യാൻ സെൽഡം സീ ത്രൂ ഹീസ് ബാർസ് ഓഫ് റേജ്. റേജ് എന്നാൽ എന്താ? ദേഷ്യം, കോപം. ബാർസ് എന്നാൽ നമ്മുടെ നെസ്റ്റിൻ്റെ ഒക്കെ അഴിയില്ലേ, കമ്പി കൊണ്ടുള്ള അഴി, അതിനെയാണ് ബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് കോപവും നിരാശയും നിറഞ്ഞ ആ കമ്പികൾക്ക് അപ്പുറത്തുള്ള ലോകത്തെ ആ പക്ഷിക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കൂടിൻ്റെ കമ്പിയെ, ബാർസിനെ പക്ഷിയുടെ കോപത്തോടാണ് കവി ഉപമിക്കുന്നത്. ഹിസ് വിങ്സ് ആർ ക്ലിപ്പിഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്. അപ്പം നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കിളിയുടെ ചിറകുകളൊക്കെ മുറിച്ചിട്ടുണ്ടാവും, അല്ലേ? ഹിസ് വിങ്സ് ആർ ക്ലിപ്പിഡ്, മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കാലുകൾ ടൈഡാണ്, കെട്ടിയിട്ടാണ് ഉള്ളത്. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇടുങ്ങിയ കൂട്ടിലടച്ചു, ചിറകുകൾ മുറിച്ചു മാറ്റി, കാലുകൾ ബന്ധിച്ചു, അല്ലേ? ഇതൊക്കെ ആ പക്ഷിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കലാണല്ലേ? ആ പക്ഷിക്ക് പുറംലോകമൊന്നും കാണാൻ സാധിക്കുന്നില്ല. സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിങ്. പറക്കാൻ വഴിയില്ലെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഉള്ളിലെ വേദന പുറത്തു കൊണ്ടുവരാൻ എന്താ ചെയ്യുന്നത്? ത്രോട്ട്, തൊണ്ട, അല്ലേ? തൊണ്ട തുറന്ന് അത് പാട്ട് പാടുകയാണ് ചെയ്യുന്നത്. ആ പക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? തൻ്റെ വേദനകൾ പാട്ട് പാടുക. അത് മാത്രമാണ് ആ പക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ പറക്കാൻ സാധിക്കില്ല, നടക്കാൻ സാധിക്കില്ല, ഒന്നിനും കഴിയില്ല, അല്ലേ? അപ്പോൾ ആ പക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം തൻ്റെ വേദനകൾ പാട്ടായി പാടുക മാത്രമാണ്. തേർഡ് സ്റ്റാൻസ. The caged bird sings with fearful trill.
കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ പാട്ട് എങ്ങനെയുള്ളതാണ്? ഭയത്തോടു കൂടിയുള്ള വിറയ്ക്കുന്ന ശബ്ദത്തിലുള്ള പാട്ടാണ്. ഓഫ് തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ. ആ പക്ഷി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, എന്നാൽ അനുഭവിക്കണമെന്ന് അത് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ആ പക്ഷി ഭയത്തോടെ എന്ത് ചെയ്യുന്നത്? പാട്ട് പാടുന്നത്. ആ പാട്ട് എന്തിനെ പറ്റിയുള്ളതാണ്? പക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടുള്ളതാണല്ലേ. ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റൻറ്റ് ഹിൽ. ആ പക്ഷിയുടെ പാട്ട് അങ്ങ് ദൂരെയുള്ള മലമുകളിൽ വരെ കേൾക്കുന്നുണ്ട്. ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. കാരണം ആ പക്ഷി പാടുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സിങ്സ് ഓഫ് ഫ്രീഡം അല്ലേ, പാട്ട് സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ്. ഫോർത്ത് സ്റ്റാൻസ, ദ ഫ്രീ ബേർഡ് തിങ്സ് ഓഫ് അനദർ ബ്രീസ്. ഇപ്പോൾ പറയുന്നത് ഫ്രീ ബേർഡ്, സ്വതന്ത്രമായ പക്ഷിയെ പറ്റിയിട്ടാണ്. ആ പക്ഷി എന്താണ് ചിന്തിക്കുന്നത്? മറ്റൊരു കാറ്റിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വീണ്ടും പക്ഷിയെ പറക്കാൻ സഹായിക്കുന്ന പുതിയൊരു കാറ്റിനെ പറ്റിയാണ് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷി ചിന്തിക്കുന്നത്. ആൻഡ് ദി ട്രേഡ് വിൻഡ്സ് ഓഫ് ത്രൂ ദി സൈൻ ട്രീസ്. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന ഇളം കാറ്റ് പക്ഷി ആസ്വദിക്കുകയാണ്. ആൻഡ് ദ ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ. ഡോൺ എന്നാൽ പ്രഭാതം, ലോൺ എന്നാൽ പുൽത്തകിടി. പുലർച്ചെയുടെ തെളിഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങുന്ന പച്ചപ്പുള്ള പുല്ല് മൈതാനത്തിൽ അവന് ഭക്ഷണമാകാൻ കാത്തിരിക്കുന്ന നല്ല തടിച്ചു കൊഴുത്ത പുഴുക്കളെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അവൻ്റെ ജീവിത സൗകര്യങ്ങളാണ് അല്ലേ. അവന് ഫ്രീ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, പുറം ലോകം കാണാം, അവന് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്യാം. ആൻഡ് ഹീ നെയിംസ് ദ സ്കൈ ഹിസ് ഓൺ. അവസാനമായി യാതൊരു തടസ്സവുമില്ലാതെ മുഴുവൻ ആകാശവും തൻ്റേതാണെന്ന് അവൻ അവകാശപ്പെടുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. നെക്സ്റ്റ് സ്റ്റാൻസ, ബട്ട് എ കേജ്ഡ് ബേർഡ് സ്റ്റാൻഡ്സ് ഓൺ ദി ഗ്രേവ് ഓഫ് ഡ്രീംസ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ് അല്ലേ, ബലികുടീരം എന്നൊക്കെ പറയാം. എന്നാൽ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് അവൻ നിൽക്കുന്നത് ശവപ്പറമ്പിലാണ്. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ മരിച്ചുപോയി. ആ കൂട്ടിനുള്ളിൽ വെച്ച് തന്നെ അവൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്തായി? മരിച്ചുപോയല്ലേ. അവന് ഫ്രീഡം ഇല്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴവൻ്റെ ഡ്രീംസൊക്കെ എന്താണ്? മരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരാൾ കൂട്ടിൽ ഒരു റൂമിനുള്ളിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രീംസൊക്കെ എന്താണ്? മരിച്ചു പോവല്ലേ. അതുപോലെ തന്നെയാണ് ഈ പക്ഷിക്കും. ഹിസ് ഷാഡോ ഷൗട്ട്സ് ഓൺ എ നൈറ്റ് മെയർ സ്ക്രീം. സ്ക്രീം എന്നാൽ നിലവിളി. അവൻ്റെ നിഴൽ പോലും ഒരു ഭീകര സ്വപ്നത്തിലെ നിലവിളി പോലെ ഭയവും വേദനയും മുഴങ്ങുകയാണ് ചെയ്യുന്നത്. ഹിസ് വിങ്സ് ആർ ക്ലിപ്പിഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ് സോ ഹി ഓപ്പൺ ഹിസ് ത്രോട്ട് ടു സിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. ആ പക്ഷിയുടെ ചിറകുകൾ മുറിച്ചു മാറ്റി കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. പറക്കാൻ പോയിട്ടൊന്നും നടക്കാൻ പോലും ആ പക്ഷിക്ക് കഴിയുന്നില്ല. സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിങ്. അതിനാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തൻ്റെ ഉള്ളിലെ വേദനയും ആഗ്രഹവും പുറത്തു കൊണ്ടുവരാൻ അവൻ തൊണ്ട തുറന്ന് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പാട്ട് പാടുകയാണ്. ലാസ്റ്റ് സ്റ്റാൻസ, ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ ട്രിൽ. നേരത്തെ നമ്മൾ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ പാട്ട് എങ്ങനെയുള്ളതാണ്? ഭയത്തോടെ വിറയ്ക്കുന്ന ശബ്ദത്തിലുള്ളതാണ് അല്ലേ. ഓഫ് തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ. ആ പക്ഷി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പക്ഷി എന്ത് ചെയ്യുന്നത്? അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അതാണ് പാട്ടിലൂടെ പാടുന്നത്. അത്രയും ആഗ്രഹമുണ്ടല്ലേ ആ പക്ഷിക്ക് ഒന്ന് ഫ്രീഡത്തിലൊന്ന് നടക്കാൻ. ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ദി ഡിസ്റ്റൻറ്റ് ഹിൽ. അപ്പോൾ ആ പക്ഷിയുടെ ആ സങ്കടത്തോടെയുള്ള ആ പാട്ട് എവിടെ കേൾക്കുന്നുണ്ട്? അങ്ങ് ദൂരെയുള്ള മലമുകളിൽ പോലും കേൾക്കുന്നുണ്ട്. ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. കാരണം ആ പക്ഷി പാടുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണല്ലേ. ആ പക്ഷിക്ക് സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് ആ പക്ഷിയുടെ പാട്ട് എവിടെ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? അങ്ങ് മലമുകളിൽ പോലും ആ പക്ഷിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്.